ഹായ് ഫ്രണ്ട്സ്, റിയ ബ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നഴ്സസ് കോട്ട്, ലാബ് കോട്ട് എന്നൊക്കെ പറയുന്ന യൂണിഫോം കോട്ടിൻ്റെ കട്ടിങ്ങിനെ കുറിച്ചാണ്. ഇത് രണ്ട് തരത്തിൽ കട്ടിങ് ഉണ്ട്. ഒരു മോഡൽ നോർമൽ കട്ട് മോഡൽ കോട്ട് കോളർ വെച്ചിട്ട് ചെയ്യുന്നത്, അത് വളരെ സിമ്പിൾ ആണ്. പിന്നെ ഒരു മോഡലുള്ളത് ഒറിജിനൽ കോട്ടിൻ്റെ മോഡൽ കട്ടിങ് ഉണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച ഒരു കട്ടിംഗ് ആണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വേറെ ഒരെണ്ണം ഇടുന്നതാണ്. ഇതിന് മുന്നേ കോട്ട് കോളർ ബ്ലൗസ് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കോളറിൻ്റെ കട്ടിങ് പറയുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഇവിടെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഏറ്റവും സിമ്പിളായ കോട്ട് കോളർ കട്ടിംഗ് ആണ്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 1.5 ഇഞ്ചിൽ ഒരു മാർജിൻ വരയ്ക്കണം. ആ മാർജിൻ എന്ന് വെച്ചാൽ നമ്മൾ ബാക്കാണ് ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത്. ഈ ബാക്കിൽ ഓപ്പൺ കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ മാർജിൻ 1.5 ഇഞ്ചിൽ വയ്ക്കുന്നത്. അത് താഴെ നിന്ന് ഒരു 7 ഇഞ്ച് ഓപ്പൺ കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ മുകളിൽ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യണം. 1.25 ഇഞ്ച് കഴുത്തിന് വേണ്ടി മാർക്ക് ചെയ്യണം. 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. 3.25 ഇഞ്ചാണ് കഴുത്തിൻ്റെ വിഡ്ത്ത് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. പിന്നെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യുക. ഇനി ചെയ്യാനുള്ളത് ഷോൾഡറിൻ്റെ അളവ് വയ്ക്കില്ല. ഷോൾഡറിൻ്റെ അളവ് നമുക്കിതിന് 15.5 ആണ്. 15.5ക്ക് 7.25 ഇഞ്ച് വെച്ചു. മുകളിലെ വരയിൽ നമ്മൾ 1.25 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തു. കഴുത്തിൻ്റെ ആ പോയിന്റിൽ നിന്ന് ആ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ആ ലൈന് യോജിപ്പിച്ചു. ഇനി കഴുത്തിന് മാർക്ക് ചെയ്ത 1.25 ഇഞ്ചിൻ്റെ നിന്ന് നമുക്ക് ലെങ്ത്ത് വയ്ക്കണം. 28 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത്. ആ ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ്, പിന്നെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം. സെൻറ്റർ പോയിൻ്റ് നമ്മൾ ഇപ്പോൾ 17 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെസ്റ്റിൻ്റെ റിഗാളിൻ്റെ അളവ് നമ്മൾ വണ്ണത്തിൻ്റെ 4/1 ഇപ്പോൾ അവിടെ വെച്ചിട്ടുള്ളത്. വണ്ണത്തിൻ്റെ 4/1 36 ഇഞ്ച് വണ്ണാണ്. ആ വണ്ണത്തിൻ്റെ 4/1 9 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 1.5 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ 1.5 ഇഞ്ചിലേക്ക് നമുക്ക് ഷോൾഡറിൻ്റെ സെയിം അളവ് വയ്ക്കാം. അതിൻ്റെ താഴെ ചെസ്റ്റ് പോയിൻറ്റിലേക്ക് നമ്മൾ വണ്ണത്തിൻ്റെ 4/1 36ൻ്റെ 4/1 9 ഇഞ്ച് വെച്ചു. ഇനി 2 ഇഞ്ച് ലൂസ് വെച്ചു. അരവണ്ണത്തിൽ 30 ഇഞ്ച് അരവണ്ണം, അതിന് 7.5 ഇഞ്ച് വെച്ചു. 1 ഇഞ്ച് നമ്മൾ ടക്ക് ഇടാൻ കൊടുത്തു. ഇനി 2 ഇഞ്ച് ലൂസ്. താഴെ 38 ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം. അരവണ്ണമല്ല, സീറ്റ് വണ്ണം. അപ്പോൾ 9.5 ഇഞ്ച്, 38ൻ്റെ 4/1 9.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് ലൂസ്. റിഗാലിൻ്റെ ആ ഷേപ്പ് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ലൂസിലേക്ക് അതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് പോയിൻ്റിൽ നിന്ന് അരവണ്ണത്തിലേക്ക് മാർക്ക് ചെയ്തു. അത് സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തു. താഴേക്ക് നമ്മൾ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് സീറ്റിലേക്ക് ഷേപ്പ് കൊടുത്ത് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ടക്ക് മാർക്ക് ചെയ്യണം. 11 ഇഞ്ചിൽ ടക്ക് മാർക്ക് ചെയ്തു. 4.5 ഇഞ്ച്
അകലത്തിലാണ്. നമ്മൾ ബാക്കിൽ നിന്ന് സെൻറ്റർ പോയിൻ്റ് കൊടുത്തതെന്ന് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. സെൻറ്ററിന് താഴേക്ക് 5 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് 11 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് ആ പോയിൻ്റിലേക്ക് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാം. ടക്ക് അടയാളപ്പെടുത്തുക. ഇനി അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. റിഗാളിൽ തയ്യൽ തുമ്പ് കൊടുക്കണം. സൈഡ് ലൂസിൻ്റെ മാർക്ക് ചെയ്തോടത്ത് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഫ്രണ്ടിന് മാർക്ക് ചെയ്യണം. ഫ്രണ്ടും അതുപോലെ തന്നെ 1.5 ഇഞ്ച് മാർജിൻ ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ആ 1.5 ഇഞ്ച് മാർജിൻ ഇട്ടിട്ടതിന് ശേഷം ബാക്ക് പീസ് റിഗാൾ മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് അടക്കമുള്ള ലൂസും മാർക്ക് ചെയ്യുക. ഇനി മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ടിൽ ഷോൾഡറും മാർക്ക് ചെയ്യണം. റിഗാൾ നമ്മൾ മാർക്ക് ചെയ്തു. ഷോൾഡറിൻ്റെ ആ ഷേപ്പ് ബാക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഫ്രണ്ടും ബാക്കും തമ്മിൽ 1.25 ഇഞ്ച് വ്യത്യാസമുണ്ട്. ഇനി റിഗാൾ കുഴിച്ച് മാർക്ക് ചെയ്യണം. 3/4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തു. നമുക്ക് റിഗാൾ വേണ്ടത് 10 ഇഞ്ചാണ്. അതിപ്പോൾ മാർക്ക് ചെയ്ത് അളന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് കോട്ട് കോളറിൻ്റെ ഇറക്കാണ്, ലാപ്പലിൻ്റെ ലെങ്ത്ത്. അത് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ആ 12 ഇഞ്ചിൽ നിന്ന് ആണ് നമുക്ക് ബട്ടൺ തുടങ്ങേണ്ടത്. പിന്നെ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 3.25 ഇഞ്ചിൽ. അതിൽ നിന്ന് 3/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഒരു മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ 12 ഇഞ്ചിൽ നിന്ന് ആ 3/4 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തതിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ കഴുത്തിൻ്റെ അളവ് അതിന് പാരലായിട്ട് ഒരു 1.5 ഇഞ്ച് ആ 3/4 ഇഞ്ച് ലൈൻ കൊടുക്കണം. മുകളിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ലാപ്പലിൻ്റെ അവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്നിട്ട് ഒരു സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. അതെന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ ലാപ്പലിൻ്റെ വീതി എത്രയെന്ന് അളവ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ 2.25 ഇഞ്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആ 2.25 ഇഞ്ചിലേക്ക് ഈ 1.5 ഇഞ്ചിൽ നിന്ന് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. അതിനെ ഷേപ്പ് ചെയ്യുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് പോക്കറ്റിൻ്റെ അളവാണ്. അത് ഷോൾഡർ പോയിൻ്റിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ 17 ഇഞ്ച് സെൻറ്റർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് 2 ഇഞ്ച് താഴേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ 19 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. 5.5 ഇഞ്ച് പോക്കറ്റിന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പോക്കറ്റ് എവിടെ വെക്കേണ്ടതെന്നുള്ള അളവാണ്. പോക്കറ്റ് സ്ക്വയർ വയ്ക്കണമെങ്കിൽ സ്ക്വയർ വയ്ക്കാം. അതല്ല മറ്റ് വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോക്കറ്റ് വെക്കേണ്ട കറക്റ്റ് പൊസിഷനാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് റിഗാൾ ടക്ക്, ഫ്രണ്ട് ടക്ക്. റിഗാൾ ടക്കിന് മാർക്ക് ചെയ്യാൻ നമ്മൾ ആ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വണ്ണത്തിൻ്റെ 4/1 മാർക്ക് ചെയ്യുക, 9 ഇഞ്ച്. ആ പോയിൻ്റിൽ നിന്ന് പോക്കറ്റിൻ്റെ അകത്ത് പോക്കറ്റിന് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് 1 ഇഞ്ച് പോക്കറ്റിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ
ചെറിയ ടക്ക് കൊടുക്കുക. ടക്കിന് മാർക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ മുകളിൽ നിന്ന് 11 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം പോക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് പോക്കറ്റിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്യുക. ആ 2 മാർക്കും തമ്മിൽ യോജിപ്പിക്കുക. അവിടെയും ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യുക. കോളറിൻ്റെ ലാപ്പിൽ മാർക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ 12 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2.25 ഇഞ്ചിലേക്ക് ആ ഷേപ്പ് മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് കോളറിൻ്റെ ഓപ്പൺ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്, അത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് കോളറാണ്. അതിന് കോളറിൻ്റെ അളവ് നമുക്ക് എടുക്കണം. ബാക്ക് പീസും എന്നുള്ള അളവ് എടുക്കുക. അത് 4 ഇഞ്ച് വരുന്നുണ്ട്. അത് ഫ്രണ്ട് പീസും വന്ന് നമ്മൾ ഓപ്പൺ മാർക്ക് ചെയ്ത് അതുവരെയുള്ള എടുക്കുക. അപ്പോൾ അവിടെയും 4 ഇഞ്ച് വരുന്നുണ്ട്. മൊത്തം 8 ഇഞ്ചാണ് ഒരു സൈഡിൽ കോളർ വരുന്നത്. അപ്പോൾ മൊത്തം 16 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നടുമടക്കി 8 ഇഞ്ച് മാർക്ക് ചെയ്യണം. 8 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് തയ്യത്തുണ്ട്. ആദ്യൊരു സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യാം. ഏകദേശം 8 ഇഞ്ചിൽ നമ്മളൊരു അടയാളം ഇടണം. പിന്നെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് 1/4 ഇഞ്ച് തയ്യത്തുണ്ട്. അപ്പോൾ എന്നിട്ട് ആ 3/4 ഇഞ്ചിൽ സ്ട്രെയിറ്റ് വരയ്ക്കുക. മുകളിലും സ്ട്രെയിറ്റ് വരച്ചിട്ട് നമ്മൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യണം. 8 ഇഞ്ച് നമ്മുടെ കോളറിൻ്റെ അളവും 1/4 ഇഞ്ച് തയ്ക്കാനുള്ളതുണ്ട്. അത് ആ 3/4 ഇഞ്ചിലേക്ക് ഷേപ്പ് കൊടുക്കുക. 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ വരയെന്ന് നമ്മൾ പാരലായിട്ട് ഒരു മാർക്ക് ചെയ്തു. കോളറിൻ്റെ എൻഡ് മുകളിലത്തെ ലൈന് ആ എൻഡിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. കോളറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള സ്ലീവാണ്. സ്ലീവ് 9 ഇഞ്ച് നീളം, 1.5 ഇഞ്ച് മടക്കി അടിക്കാനുള്ള തുമ്പിട്ടു. മുകളിൽ 1/2 ഇഞ്ച് തുമ്പിട്ടിട്ടുണ്ട്. വണ്ണത്തിൻ്റെ 4/1 നമുക്ക് 9 ഇഞ്ചാണ് വരിക. അതൊന്ന് 1 ഇഞ്ച് കുറച്ച് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ നമ്മൾ 14 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. ഇനി റിഗാളിൻ്റെ അളവ് 10 ഇഞ്ചാണ് വയ്ക്കുന്നത്. അതായത് ഫുൾ റൗണ്ട് 20 ഇഞ്ച്, അതിൻ്റെ പകുതി 10 ഇഞ്ച് വയ്ക്കും. ആ മാർക്ക് ചെയ്തു.
ഞാൻ മുകളിൽ നിന്ന് അതിലേക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. താഴെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക, മടക്കി അടിക്കാനുള്ള ഭാഗം. ഹായ് ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ഇനി ചെയ്യാനുള്ളത് ഫ്രണ്ട് കുഴിച്ച് വെട്ടലാണ്. 3/4 ഇഞ്ച് അകത്തേക്ക് ഷേപ്പ് കൊടുത്ത് കുഴിച്ച് വെട്ടണം. അത് കഴിഞ്ഞ് നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു.